വെൽക്കം യു ഓൾ ടു ദിസ് കൊമേഴ്സ് ഈസി ലേണിംഗ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കീഴിൽ 5th സെമസ്റ്റർ സ്റ്റുഡൻസ് ആയിട്ടുള്ള BCom സ്റ്റുഡൻസ് ഉണ്ട്. അവർക്കുള്ള വീഡിയോസാണിത്. സബ്ജക്റ്റ് ബിസിനസ് ഇൻഫർമേഷൻ സിസ്റ്റംസ് ആണ്. ഈ ഒരു നമ്മുടെ വീഡിയോ ചാനലിൽ തന്നെ ലാസ്റ്റ് വീഡിയോസിൽ BISൻ്റെ ലാസ്റ്റ് ചാപ്റ്റേഴ്സിൻ്റെ 3 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ചാപ്റ്റർ 4 ആണ്, എൻ്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിംഗ് ആണ് എടുക്കുന്നത്. അതേപോലെ നമ്മുടെ വീഡിയോ ചാനലിൽ BRM ബിസിനസ് റിസർച്ച് മെത്തേഡ്സിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും അതിൻ്റെ എക്സ്പ്ലനേഷനും യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസൊക്കെ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോസൊക്കെ ഒന്ന് കാണുക. എക്സാമിൻ്റെ മുമ്പ് തന്നെ ആ വീഡിയോസൊക്കെ കണ്ട് നന്നായിട്ട് പഠിക്കുക, മാർക്ക് സ്കോർ ചെയ്യും. ഓക്കെ, അപ്പോൾ എന്തായാലും ടൈം കളയാനില്ല, നേരെ എന്ത് ചെയ്യാം, 4th ചാപ്റ്ററിലേക്ക് പോവാം. എൻ്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിംഗ്. ഫസ്റ്റ് വൺ, മാനുഫാക്ചറിംഗ് മോഡ്യൂൾ. Manufacturing activities are very crucial to an organization. Manufacturing process occupies a central position in the supply chain and it takes into account customer from one end to the supplier to the other end. Manufacturing should be undertaken so quickly so as to successfully meet the unpredictable change in the customer demand. ഇവിടെ മാനുഫാക്ചറിങ് മോഡ്യൂൾ, അതായത് സാധനങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കണം, ഉൽപ്പാദിപ്പിക്കുകയാണ്. അപ്പോൾ ആ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ഏതൊരു ഓർഗനൈസേഷനിലും അത്രയും ക്രൂഷ്യലാണ്, അല്ലെങ്കിൽ നമുക്ക് അത്രത്തോളം ഒരു ഇമ്പോർട്ടൻ്റ് ആണ്, ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ്, അത്രത്തോളം റിസ്ക് ഹെവി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ആ മാനുഫാക്ചറിങ്ങിൻ്റെ പ്രോസസ്സ്, അതായത് എവിടെ എത്ര നമ്മൾ പ്രൊഡക്ഷൻ ചെയ്യില്ലല്ലോ, അതായത് മാനുഫാക്ചറിങ് ചെയ്യുമോ ഇല്ല, അതായത് ഓർഡർ കിട്ടിയിരിക്കണം എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ കസ്റ്റമേഴ്സിൽ നിന്നൊരു ഓർഡർ കിട്ടുമ്പോൾ അത് എവിടെ നിന്ന് നമുക്ക് ഇതിൻ്റെ സാധനങ്ങൾ വാങ്ങണം, സപ്ലൈസിൽ നിന്നുള്ള ഇൻഫർമേഷനിലേക്ക് പോകണോ, അത് നമ്മൾ എവിടെ നിന്ന് റിസോഴ്സസ് കളക്ട് ചെയ്യും, എങ്ങനെയാണ്, എത്ര എണ്ണം വേണം എന്നുള്ള ഓർഡേഴ്സ് കസ്റ്റമറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ലാസ്റ്റ് കസ്റ്റമേഴ്സിൽ നിന്നും, അതേപോലെ കസ്റ്റമേഴ്സിൽ നിന്നുള്ള ഓർഡർ കിട്ടുന്നു, പിന്നെ അത് നമ്മൾ വേറെ ഇതിലേക്ക് സപ്ലൈസിൽ നിന്നും, പിന്നെ അതിൽ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന വീണ്ടും ആ പറയുന്ന മാനുഫാക്ചറിങ് മോഡിലേക്ക് എത്തുന്നത് വരെയും ഉള്ള ഫുൾ ഇൻഫോർമേഷൻസ് അപ്ഡേറ്റ് ആയിട്ടിരിക്കണം, ക്വിക്ക്ലി ആയിരിക്കണം. അപ്പോൾ നമുക്കൊക്കെ ഒരു തീരുമാനം എടുക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് ക്വിക്കായിട്ട് എടുക്കണം. ഓക്കെ, എന്നാൽ മാത്രമാണ് ആ കസ്റ്റമേഴ്സിൻ്റെ നീഡ്സൊക്കെ നമുക്ക് ഈസി ആയിട്ട് സ്പീഡായിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളൂ, അപ്ഡേറ്റ് ആയിട്ടോ അല്ലെങ്കിൽ വേഗം അച്ചീവ് ചെയ്ത് കൊടുക്കാനും, അല്ലെങ്കിൽ അവരുടെ കസ്റ്റമേഴ്സ് പറയുന്ന കാര്യങ്ങൾ ഈസി ആയിട്ട് കൊടുക്കാൻ പറ്റുകയുള്ളൂ. കാരണം കസ്റ്റമേഴ്സിൻ്റെ ഡിമാൻഡ് മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതൊക്കെ മൈൻഡിൽ വേണം. അപ്പോൾ ആ ഇൻഫോർമേഷൻസ് കറക്റ്റായി നിൽക്കുക. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഒരു മാനുഫാക്ചറിങ് സിസ്റ്റത്തിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഹാസ് എ കേപ്പബിലിറ്റി ടു അഡ്രസ് ഹോൾ ആക്ടിവിറ്റീസ് ഓഫ് മാനുഫാക്ചറിങ് ആപ്ലിക്കേഷൻസ്. ഈ പറയുന്ന മാനുഫാക്ചറിങ് ആക്ടിവിറ്റീസിൻ്റെ ഫുൾ ആപ്ലിക്കേഷൻസ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ദ ERP ഈസ് ദ എവല്യൂഷൻ ഓഫ് മാനുഫാക്ചറിങ് റിക്വയർമെൻറ്റ്സ് പ്ലാനിങ്. അതായത് ഈ പറയുന്ന ഒരു ERP എന്നുള്ളത് കൊണ്ട്, ഒരു സോഫ്റ്റ്വെയർ ഉള്ളത് കൊണ്ട് ഈ മാനുഫാക്ചറിങ്ങിൻ്റെ ഒരു ഭാഗം അല്ലെങ്കിൽ ആ മാനുഫാക്ചറിങ്ങിൻ്റെ ഒരു പ്ലാനിങ് ഒക്കെ കുറച്ചും കൂടി സ്പീഡായിട്ട് നടക്കുന്നുണ്ട്. Manufacturing ERP softwares has a built-in workflow processes that customize specifically for manufacturers to manage the entire order life cycle from raw material procurement, production planning, manufacturing, marketing, sales and service. അതായത് ഒരു മാനുഫാക്ചറിങ് ERP സോഫ്റ്റ്വെയർ ഉള്ളത് കൊണ്ട് ഈ പറയുന്ന കസ്റ്റമേഴ്സ് ആയി, അത് അവരുടെ ഓർഡർ കിട്ടുന്നത് മുതൽ ഒരു സ്പെഷ്യലൈസ്ഡ് ഇന്നത് ഓർഡർ ചെയ്ത് കിട്ടിയാൽ നമ്മളത് മാനുഫാക്ചർ ചെയ്യാൻ പോകുന്നു. അപ്പോൾ അതിന് മാനേജ് ചെയ്യാൻ ആ പറയുന്ന ഓർഡർ, ആ ലൈഫ് സൈക്കിൾ ഉണ്ടല്ലോ, ഓർഡർ കിട്ടിയതിന് ശേഷം മൊത്തമുള്ള ഒരു കസ്റ്റമേഴ്സിലേക്ക് തിരിച്ചെത്തിച്ച് അവർ പറയുന്ന കാര്യങ്ങൾ ഉണ്ടാക്കി അവരിലേക്ക് കൊടുത്ത് അവരുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ എന്ന് പറഞ്ഞ പോലെ ആ ഒരു മൊത്തം A to Z എന്ന് പറയുന്നത് റോ മെറ്റീരിയൽസിൻ്റെ ആവശ്യം, പ്രൊഡക്ഷൻ പ്ലാനിങ് ചെയ്യണം, മാനുഫാക്ചറിങ് ചെയ്യണം, അത് മാർക്കറ്റിംഗ് ചെയ്യണം, സെയിൽസ് ചെയ്യണം, അതിൻ്റെ സർവീസ്, ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഈ പറയുന്ന അപ്ഡേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ പറയുന്നതിലേക്ക് ഇൻഫോർമേഷൻസ് ഒക്കെ ഫയൽസ് ട്രാൻസ്ഫർ ചെയ്യാനും ഇൻഫോർമേഷൻസ് ട്രാൻസ്ഫർ ചെയ്യാനൊക്കെ ഏതൊരു സോഫ്റ്റ്വെയർസിൻ്റെ കൂടെ ഹെൽപ്പും കൂടി ഉണ്ട് പറയുന്ന മാനുഫാക്ചറിങ് ERP എന്നുള്ള ഒരു മോഡ്യൂളിൽ നിന്ന്, അല്ലെങ്കിൽ മാനുഫാക്ചറിങ് ERP ഒരു ഹെൽപ്ഫുൾ ആണ്. അതുകൊണ്ട് ഈ പറയുന്ന മോഡ്യൂൾ ERPയുടെ സോഫ്റ്റ്വെയർ ആണ് ഇതൊക്കെ. അതിൽ ആദ്യത്തെ ഒരു മോഡ്യൂൾ എന്ന് പറയുന്നത് മാനുഫാക്ചറിങ്. അപ്പോൾ മാനുഫാക്ചറിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം ERP സോഫ്റ്റ്വെയർ കൊണ്ട് ഹെൽപ്ഫുൾ ആകുന്നുണ്ട്. അത് ഫസ്റ്റ് കേസിൽ, അത് ഡിഫറെൻറ്റ് സോഫ്റ്റ്വെയർസ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. ഫസ്റ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് ഇൻവെൻറ്ററി കൺട്രോൾ മോഡ്യൂൾ. Inventory control module supplies accurate information regarding inventory that helps keep stock levels low enough to reduce carrying costs, full perpetual tracking of finished goods, raw materials and components.
ദാറ്റ് മീൻസ് ഇൻവെൻട്രി കൺട്രോൾ മോഡ്യൂളിൽ സപ്ലൈ ചെയ്യുന്ന നമുക്ക് അക്യുറേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണല്ലോ. ഇപ്പോൾ ഇൻവെൻട്രിയുമായി ബന്ധപ്പെട്ട സ്റ്റോക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഫർമേഷൻസ് ആയിരിക്കും അപ്പം കൊടുത്ത് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഇൻഫർമേഷൻസ് സ്റ്റോക്കുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് നമ്മൾ അപ്ഡേറ്റ് ആയിട്ട് കൊടുത്താൽ നമുക്ക് ക്യാരിയിങ് കോസ്റ്റ് എന്താ പറയുക ഒരുപാട് കുറയ്ക്കാൻ പറ്റുന്നു. പെർപ്പച്വൽ ട്രാക്കിംഗ്, അതായത് ഫിനിഷ്ഡ് ഗുഡ്സ് ഇപ്പോൾ എത്രത്തോളം ഉണ്ട്, ഇപ്പോൾ നമ്മുടെ ഗോഡൗണിൽ എത്രത്തോളം ഉണ്ട്, സ്റ്റോക്കിൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളതെക്കുറിച്ച് അറിയാൻ പറ്റും. റോ മെറ്റീരിയൽസ് എത്രയുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇൻവെൻട്രിയുമായിട്ട് അല്ലെങ്കിൽ സ്റ്റോക്കുമായിട്ട് ബന്ധപ്പെട്ട എത്രയുണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് അപ്ഡേറ്റ് ആയിട്ട് അറിയാൻ പറ്റുന്നു. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള, അതായത് ഇനിയിപ്പോൾ എത്ര പൈസ ചിലവാവാൻ ചാൻസസ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിനി എത്ര വരുമാനം കിട്ടും, ഇനിയിപ്പോൾ എത്ര വിൽക്കാനുണ്ട്, സെയിൽസ് ചെയ്യാനുണ്ട് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഒരു ധാരണ കിട്ടി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനും ഈസി ആയിരിക്കും. ക്ലിയർ? നെക്സ്റ്റ്, പർച്ചേസ് മോഡ്യൂൾ. Purchase module modernize procurement of required raw materials. It automates the processes of identifying potential suppliers, supplier evaluation, price negotiation, awarding purchase order to the supplier and billing. ഇവിടെ പർച്ചേസുമായി നമ്മൾ എത്ര ക്വാണ്ടിറ്റി അല്ലെങ്കിൽ എത്ര എണ്ണം കസ്റ്റമേഴ്സിൽ നിന്ന് ഓർഡർ കിട്ടിയതിന് ശേഷം നമ്മൾ സപ്ലൈസിൽ നിന്ന് സാധനങ്ങളൊക്കെ റോ മെറ്റീരിയൽസ് വാങ്ങണ്ടേ, എന്നാലേ നമുക്ക് മാനുഫാക്ചറിങ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് റോ മെറ്റീരിയൽസ് എത്രത്തോളം ആവശ്യമുണ്ട്, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഗോഡൗണിൽ അല്ലെങ്കിൽ സ്റ്റോക്കിൽ എത്രത്തോളം പറയുന്ന മെറ്റീരിയൽസ് ഉണ്ട് എന്നറിയണമെങ്കിൽ നമ്മൾ സ്റ്റോക്കുമായി ബന്ധപ്പെട്ട ഇൻവെൻട്രിയുമായി ബന്ധപ്പെട്ടവരുടെ അടുത്തുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കോൺടാക്ട് ചെയ്യും. പിന്നീട് നമ്മൾ പർച്ചേസ് സാധനങ്ങൾ വാങ്ങാൻ പോകുന്ന മുന്നേ നമ്മൾ അവരുടെ അടുത്ത് കോൺടാക്ട് ചെയ്യില്ല. അതാണ് ഞാൻ പറയുന്നത്, ഈ പറയുന്ന എല്ലാ മോഡ്യൂൾസും ഇൻ്റർ കണക്റ്റഡ് ആയിരിക്കും എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ സപ്ലൈസിൽ നിന്ന് പോകുന്നു, ആ സപ്ലൈസിൻ്റെ അടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞ റോ മെറ്റീരിയൽസ് ആവശ്യപ്പെടുന്നു. അത് നമ്മൾ അവരുമായിട്ട് എന്തൊക്കെയും ചർച്ച വരിക, സപ്ലയറിൻ്റെ നമ്മൾ ഇവാലുവേഷൻ ചെയ്യണം, പ്രൈസ് നെഗോസിയേഷൻ ചെയ്യും. നമ്മൾ ഒരു സപ്ലയർ മാത്രമായിരിക്കില്ല, നമ്മൾ ഒരു റോ മെറ്റീരിയൽസ് വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ അതുമായി ബന്ധപ്പെട്ട സപ്ലയേഴ്സിനെ നമ്മൾ മീറ്റ് ചെയ്തു എന്നിട്ട് നമുക്ക് ഓക്കെ ആവുന്ന ഒരു പ്രൈസ് ഉണ്ടാവും. ആ പ്രൈസുമായി ബന്ധപ്പെട്ട് അവർ ഓക്കെ പറയുന്നവരാരാണോ അവരുമായിട്ടായിരിക്കും നമ്മൾ പിന്നെ എന്ത് ചെയ്യുക, ബാക്കി ഡീൽ ചെയ്യുക. അപ്പോൾ ആ ഒരു സെക്ഷൻസ്, ബില്ലിംഗ് സെക്ഷൻസ്, അങ്ങനത്തെ എല്ലാ ഡീലിങ്സും വരുന്നത് പർച്ചേസ് മോഡ്യൂളിലാണ്. റെഡി? The next, sales and distribution module. Sales module is the most important and essential functions for the existence of an organization. ഒരു ഓർഗനൈസേഷൻ നിലനിന്ന് പോകാൻ വേണ്ടിയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ തന്നെയാണ് സെയിൽസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്, അല്ലേ? അതായത് നമ്മൾ സാധനങ്ങൾ എത്രത്തോളം ഉണ്ടാക്കി എടുത്ത് വെച്ചിട്ട് വെറുതെ അങ്ങനെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ് മുന്നോട്ട് പോയില്ല. അത് നമ്മൾ എന്ത് ചെയ്യണം, സെയിൽ ചെയ്യണം, ഡിസ്ട്രിബ്യൂഷൻ ചെയ്യണം. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഏത്, സെയിൽസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളത്. എന്നാൽ മാത്രമേ നമുക്ക് പ്രോഫിറ്റ് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട സെയിൽസ്, അതേപോലെ റവന്യൂ, സെയിൽസ് എത്രത്തോളമാണ് കൂടുന്നതിന് അതിനനുസരിച്ച് നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ, റവന്യൂ കിട്ടുള്ളൂ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട റവന്യൂയുടെ ഡീറ്റെയിൽസ്, ഷിപ്പിംഗ് ചാർജസ്, ഇൻവോയ്സ് ബില്ല്, അങ്ങനത്തെ കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ട് സെയിൽസ് അക്കൗണ്ട്സിൻ്റെ സെക്ഷനുകളിൽ. പിന്നെ നമ്മൾ എങ്ങനെയൊക്കെയാണ് പ്രൊമോഷൻ ചെയ്യുന്നത്, അതിൻ്റെ സ്ട്രാറ്റജി, അതിനുവേണ്ടി എക്സ്പെൻസസ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കുറേ ഫങ്ഷൻസ് ഒക്കെ ഉണ്ട്, അല്ലേ? നമ്മൾക്ക് ഏതൊക്കെയാണ്, അപ്പോൾ അതായത് ഓർഡർ, കസ്റ്റമറിൽ നിന്ന് ഓർഡർ കിട്ടിയാൽ നമ്മളത് എങ്ങനെ അവർക്ക് സാധനങ്ങൾ സെയിൽ ചെയ്യുന്ന വഴി എങ്ങനെയാണ്, അതേപോലെ ട്രാക്ക് ചെയ്യുക, അതായത് കോൾസ് ട്രാക്ക്, അതായത് സപ്പോർട്ട് ചെയ്യാനുള്ളത്, അതായത് കസ്റ്റമേഴ്സിൽ നിന്ന് കോൾ വരുന്നതും അവരുടെ ഫീഡ്ബാക്ക് കൊടുക്കുക. പിന്നെ അതേപോലെ അവരുടെ പ്രശ്നങ്ങളെ നമ്മളിപ്പോൾ ഫ്ലിപ്കാർട്ടിലൊക്കെ ആണെങ്കിൽ നമ്മളിപ്പോൾ ഡിലേ ആയിട്ട് വരികയാണെങ്കിൽ നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റില്ലേ? ഇപ്പോൾ അതായത് ഹെൽപ്പ് എന്ന് പറയുന്നൊരു ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ മെസ്സേജ് വരും, അല്ലേ, കോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഏത് നമ്പറിലേക്ക് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു വരില്ല. അതേപോലത്തെ ആ ഒരു സിസ്റ്റംസ് നമുക്ക് റെഡിയാക്കാം. അതേപോലെ റിപ്പോർട്ടിംഗ് ഓഫ് സപ്പോർട്ട് ആക്ടിവിറ്റീസും, കസ്റ്റമർ സപ്പോർട്ട് ചെയ്യുക, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. ഓക്കെ, അതേപോലെ ബാർകോഡ്, ലേബൽ ഡിസൈനിങ്, റീഡിങ് ആൻഡ് പ്രിൻറ്റിങ്, ക്വിക്ക് ബില്ലിംഗ് ആൻഡ് കളക്ഷൻസ്, അതൊക്കെ സെയിൽസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ മോഡ്യൂളിലാണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫിനാൻസ് ആൻഡ് അക്കൗണ്ടിങ് മോഡ്യൂൾ. Finance and accounting module of ERP is at the core of ERP software systems. It controls financial operations like chart of accounts, journal entries, sales, purchase, receipts and payment, generate balance sheet, general ledger, trial balance, profit and loss statement, and day books, besides many other transaction reports. ഈ ഫിനാൻസുമായി ബന്ധപ്പെട്ട് അതിന് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള കുറേ അക്കൗണ്ട്സ് ഉണ്ട്. ജേണൽ എൻട്രീസ്, സെയിൽസ്, പർച്ചേസ്, അതേപോലെ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്,
ബാലൻസ് ഷീറ്റ് ജനറേറ്റ് ചെയ്യുക, ജനറൽ ലെഡ്ജർ, ട്രയൽ ബാലൻസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ഇല്ലേ, ഡേ ബുക്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദാറ്റ് ERP സോഫ്റ്റ്വെയർസ് ആണ്. ഈ സോഫ്റ്റ്വെയർസ് വെച്ചിട്ടായിരിക്കും ഈ ഡീറ്റെയിൽസ് എല്ലാം ഡാറ്റ കളക്ട് ചെയ്യുന്നതും അത് ട്രാൻസ്ഫർ ചെയ്യുന്നതും അത് ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്നതും ഇതിൻ്റെ ബേസിലായിരിക്കും. അത് അങ്ങനെയാണെങ്കിൽ നമുക്ക് വേഗം റിപ്പോർട്ടൊക്കെ സബ്മിറ്റ് ചെയ്യാനും നമുക്ക് എത്ര രൂപ ചിലവാക്കി എത്ര രൂപ വരുമാനം കിട്ടി ഓരോ സ്റ്റേജസിൽ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്നത് ഈ പറയുന്ന രീതിയിൽ അപ്ഡേറ്റ് ചെയ്ത് പോകുമ്പോഴാണ്. ബഡ്ജറ്റിംഗ് നമുക്ക് റെഡിയാക്കാൻ പറ്റും, എത്രത്തോളം നമുക്ക് ടേൺ ഓവർ ഉണ്ട്, പ്രോഫിറ്റബിലിറ്റി ആണോ, അതൊക്കെ നമുക്ക് അസസ്മെൻറ്റ് ചെയ്യാനൊക്കെ ഈ പറയുന്ന കാര്യങ്ങൾ കൊണ്ട് സഹായിക്കും സോഫ്റ്റ്വെയർസ്. ക്ലിയർ? The next topic, HR module. Human resource is another widely implemented ERP module. In the past, managing a company's human resources involved massive amounts of paperwork. അതായത് ഹ്യൂമൻ റിസോഴ്സ് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് ERP മോഡ്യൂളാണ്. മുമ്പ് കാലത്തെ കമ്പനിയിൽ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തിരിക്കുന്നത് ഹ്യൂമൻ റിസോഴ്സ് ആണ്. അതിൽ മുമ്പ് ഹ്യൂമൻ റിസോഴ്സിൻ്റെ എണ്ണം കൂടുതൽ, ഇപ്പോൾ മുമ്പ് ഒരു 100 പേര് വർക്ക് ചെയ്യുന്ന സ്ഥാനത്ത് ഇപ്പോൾ ഒരു 70% വർക്ക് ചെയ്യുന്നു. അതിൽ ബാക്കി കമ്പ്യൂട്ടർ അല്ലെങ്കിൽ സിസ്റ്റമായിട്ട് ഉള്ള വർക്ക് സ്പീഡപ്പ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ. പിന്നെ അതേപോലെ പേപ്പർ വർക്ക് ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുണ്ടായിരുന്നത് മുമ്പാണ്. ഇപ്പോഴല്ലേ ടെക്നോളജിയും പ്രിൻറ്റും ഇല്ലെങ്കിൽ സിസ്റ്റം കമ്പ്യൂട്ടർ വഴി ഉള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അയച്ചു കൊടുക്കും, മെയിലായിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഫയൽ ട്രാൻസ്ഫർ ചെയ്യുന്നതെല്ലാം നമ്മൾ സിസ്റ്റം ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ മുമ്പാണെങ്കിൽ എംപ്ലോയീസ് കുറേ പേപ്പർ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സെക്ഷൻസ് അല്ലെങ്കിൽ ERP മോഡ്യൂൾ സോഫ്റ്റ്വെയർസ് ഉള്ളത് കൊണ്ട് നമുക്ക് കുറച്ചും കൂടി ഈസിയായി. ഇപ്പോൾ നമുക്ക് പറയാം ബ്ലഡ് റിസൾട്ടൊക്കെ മുമ്പ് ആ ബ്ലഡിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അത് ഇരുന്ന് ഓരോന്ന് എഴുതി തയ്ക്കും. ബാങ്കിലാണെങ്കിലും ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് ചെയ്യുന്നതും എങ്ങനെയാണ്, ഹാൻഡ് റിട്ടേണിലായിരിക്കും, ബുക്കിലൊക്കെ എഴുതിയൊക്കെ വെക്കുന്നതായിരിക്കും. അതേപോലെ ഗവൺമെൻറ് ടാക്സേഷൻ ഫോംസ്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമ്മൾ എഴുതിയിട്ട് തന്നെ ആയിരുന്നു അല്ലേ മുമ്പ്. ഇപ്പം അങ്ങനത്തെ കാര്യമൊന്നുമല്ല. ഈ പറയുന്ന ഡീലിങ്സ് എല്ലാം തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നു, ഫാസ്റ്റായിട്ട് ഈ പറയുന്ന ERP സോഫ്റ്റ്വെയർസ് വെച്ചിട്ടായിരിക്കും. അപ്പോൾ ഹ്യൂമൻ റിസോഴ്സസുമായി ബന്ധപ്പെട്ട ഹാൻഡിൽ ചെയ്യുന്ന എന്തൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ടോ ആ ആക്ടിവിറ്റീസ് എല്ലാം തന്നെ ഈ പറയുന്ന സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്തിട്ടാണ്. ഞാനിപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ജസ്റ്റ് ഒരു ത്രെഡ് പോലെ പറയുന്നുള്ളൂ. നിങ്ങൾക്ക് ഓൺ വേർഡ്സിൽ എഴുതാൻ പറ്റണേ. ഓരോ സെൻറ്റൻസായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു തരുന്നത്, നിങ്ങളുടെ മൈൻഡിലേക്ക് ഓർത്ത് വെക്കാം കേട്ടോ. അതുപോലെ ഈ HR മോഡ്യൂളിൽ ഉള്ളത് ഇപ്പോൾ സാലറി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണത് സിസ്റ്റം വഴി, അറ്റൻഡൻസ്, ലീവ്, പ്രമോഷൻസ്, പെൻഷൻ, റിട്ടയർമെൻറ്റ്, റിക്രൂട്ട്മെൻറ്റ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ റിസർച്ച് ചെയ്യണമെങ്കിൽ അങ്ങനത്തെ ഡീറ്റെയിൽസ് ഹ്യൂമൻ റിസോഴ്സുമായി ബന്ധപ്പെട്ട എന്തൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ടോ അതെല്ലാം തന്നെ HR മോഡ്യൂളിൽ വരുന്നതായിരിക്കും. ഓക്കെ. ദ നെക്സ്റ്റ് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ്, ദാറ്റ് ഈസ് CRM മോഡ്യൂൾ. ഓക്കെ. CRM department helps to boost the sales performance through better customer service and establishing the healthy relationship with the customer. All the stored details of customers are available in CRM module. ഇവിടെ കസ്റ്റമേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ് CRM മോഡ്യൂളിൽ ഉണ്ടാവുക. അതായത് എല്ലാ കസ്റ്റമേഴ്സിൻ്റെ ഡീറ്റെയിൽസ്, കസ്റ്റമേഴ്സ് ഏത് ദിവസം എത്ര എമൗണ്ട്, എത്ര രൂപയ്ക്ക് അല്ലെങ്കിൽ എത്ര ക്വാണ്ടിറ്റി, ഏതൊക്കെ സാധനങ്ങൾ വാങ്ങി എന്നുള്ള കുറേ ലിസ്റ്റ്. ഇപ്പോൾ ജ്വല്ലറിയിലൊക്കെ ആണെങ്കിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ അവരുടെ പുതിയ ഒരു ഷോറൂമോ അതല്ലെങ്കിൽ എക്സ്റ്റൻഷനോ എന്തെങ്കിലുമൊക്കെ പുതിയതായിട്ട് ഇനോഗ്രൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇൻഫോം ചെയ്യില്ലേ, ഒന്നില്ലെങ്കിൽ ഇമെയിൽ വഴി അല്ലെങ്കിൽ കോൾ വഴി, മുമ്പ് കാർഡ്സ് വഴിയൊക്കെ ആയിരുന്നു. അതൊക്കെ കസ്റ്റമേഴ്സ് നമ്മളവിടെ പോയി നമുക്കൊരു വാല്യൂ തന്നിട്ട് അവരത് ചെയ്യുക. കാരണം അവർക്ക് വേണ്ടത് കസ്റ്റമേഴ്സിനെയാണ്. അപ്പോൾ ആ ഉള്ള കസ്റ്റമേഴ്സിനെ സ്ഥിര കസ്റ്റമറാക്കി മാറ്റുക, അല്ലെങ്കിൽ അവരുടെ പ്രൊഡക്റ്റ് തന്നെ വാങ്ങണം കസ്റ്റമർ എന്ന് പറഞ്ഞിട്ടാണ് ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. കസ്റ്റമേഴ്സിനെ പക്കയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. അതായത് അവർ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കും. CRM module helps to manage and track detailed information of the customer like communication history, calls, meetings, details of purchase made by customer, contract duration, etc. ഈ പറയുന്ന ഡീറ്റെയിൽസ് എല്ലാം തന്നെ കസ്റ്റമേഴ്സിൻ്റെ ഡീറ്റെയിൽസ് CRMൽ ഇട്ടിട്ടുണ്ടാവും. ഓക്കെ. നെക്സ്റ്റ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്, SCM module. SCM module manage the flow of product items from manufacturer to consumer and consumer to manufacturer. അതായത് പ്രൊഡക്റ്റ് ഐറ്റം മാനുഫാക്ചറിൽ നിന്ന് കസ്റ്റമേഴ്സിലേക്ക് അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിലേക്കും അതേപോലെ കൺസ്യൂമേഴ്സിൽ നിന്ന് മാനുഫാക്ചറിലേക്കും പോകാനുള്ള ഇൻഫോർമേഷൻസ് എല്ലാം തന്നെ ലിങ്ക് കറക്റ്റായിട്ട് ഇൻഫർമേഷൻ പാസ് ചെയ്യണം. അതെങ്ങനെയാണ്? മാനുഫാക്ചറിൽ നിന്ന് കൺസ്യൂമേഴ്സിലേക്ക് പോകുക പറഞ്ഞാൽ മാനുഫാക്ചർ സാധനങ്ങൾ ഉണ്ടാക്കുന്നു. അത് എങ്ങനെ പോകും? ഹോൾസെയിലേഴ്സ്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, റീറ്റെയിലേഴ്സ്, കൺസ്യൂമേഴ്സിലേക്ക് പോകുന്നു അല്ലേ? ആ
കസ്റ്റമേഴ്സിൻ്റെ നീഡ്സും വാണ്ട്സും മനസ്സിലാക്കിയത് റീറ്റെയിലേഴ്സിന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നു, ഹോൾസെയിലേഴ്സിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു, ഹോൾസെയിലേഴ്സ് ആയിരത്ത് ഇൻഫോം ചെയ്യും, മാനുഫാക്ചേഴ്സ് ടീം എടുത്ത് ഇൻഫോം ചെയ്യും. ആ ഒരു ചെയിൻ എന്ന് പറയുന്നതിനാണ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് ഉണ്ടാവും. അപ്പോൾ സെയിൽസ് എന്തെങ്കിലും അതിന് അതിന് റിട്ടേൺ ചെയ്യുക, പ്രൊഡക്റ്റ് റീപ്ലേസ് ചെയ്യുക, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. അതേപോലെ കസ്റ്റമേഴ്സിൻ്റെ നീഡ്സും വാണ്ട്സും നോക്കുന്നു, അവരുടെ ഡിമാൻഡ് നോക്കുന്നു, അങ്ങനത്തെ എല്ലാ ഡീറ്റെയിൽസും ഏത് മോഡ്യൂളിലുണ്ടാവും. അപ്പോൾ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് ഇതെല്ലാം വേണമെങ്കിൽ സോഫ്റ്റ്വെയർസ് വേണം കേട്ടോ പറയുന്നത്. പേപ്പറിൽ എഴുതി അതായത് അവർ നോട്ട് ചെയ്ത് വെക്കുക എന്നുള്ളത് എല്ലാം സിസ്റ്റത്തിലായിരിക്കും ഉണ്ടാവും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ട്രാക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതെല്ലാം ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സോഫ്റ്റ്വെയർസ് വേണം. അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ പറഞ്ഞത് ERP സോഫ്റ്റ്വെയർസാണ്, എൻ്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിംഗ് ആണ്. അപ്പോൾ അതിനുമായി ബന്ധപ്പെട്ട കുറേ മോഡ്യൂൾസിലുണ്ട്. ആ മോഡ്യൂൾസ് എല്ലാം തന്നെ ടൈ അപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഒരുമിച്ച് കൊണ്ടുപോയാലാണ് ആ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഓക്കെ, ഇതാണ് ഒരു essay ടോപ്പിക് അല്ലെങ്കിൽ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യനിലേക്ക് വരുന്നത്. ഓക്കെ, ഇത് ഞാൻ ഓരോ സെൻറ്റൻസും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി മാത്രമാണ്. കാരണം എക്സാമായി അതുകൊണ്ട് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയ ബാക്കി നിങ്ങൾ എന്ത് ചെയ്യും, ഓൺവേർഡ്സിൽ എഴുതും. ഓക്കെ, അപ്പോൾ അടുത്ത ടോപ്പിക്ക് അടുത്ത വീഡിയോയിൽ ഇടാം. ഓക്കെ, എനിവേ താങ്ക് യു. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ക്ലാസ്.